ദിവസം തോറും കൂടുന്ന ചൂട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പാലക്കാടൻ ചൂടിനിടയിലാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ പ്രചാരണം. ചൂടുകാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നു. പാലക്കാട് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ ചൂടിനിടയിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനാണുള്ളത്. കൊടും ചൂടാണ്. ഈ ഉച്ച സമയത്ത് ഈ കുറച്ച് സമയം വിശ്രമവും ഭക്ഷണവും അങ്ങനെയൊക്കെയാണോ? എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ ചൂട് സമയത്തുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലുള്ളൊരു ക്രമീകരണം എങ്ങനെയാണ്? സർക്കാരിൻ്റെ മുന്നറിയിപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ചൂട് വന്നപ്പോൾ വെയിലിൻ്റെ ചൂട് മറന്നുപോയി. അതുകൊണ്ട് വിശ്രമമില്ല ഉച്ചയ്ക്ക്. ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കുന്നത് 2-3 മണിയൊക്കെ ആവും. ഭക്ഷണം കഴിഞ്ഞാൽ 10 മിനിറ്റിനകം അടുത്ത പരിപാടിയിലേക്ക് പോകുക. ഒട്ടും വിശ്രമമില്ല. വെയിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂടാണ് ഞങ്ങൾക്ക് പ്രധാനം. ഈ വെയിലും ചൂടും വിചാരിച്ച് വീട്ടിലിരുന്നാൽ വോട്ട് കിട്ടില്ല. അത് മാത്രമല്ല, ഞങ്ങൾ പാലക്കാട്ടുകാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നവരാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസക്കാലം പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പദയാത്ര നടന്നത്. 25 ദിവസം കൊണ്ട് 400 കിലോമീറ്ററാണ് ഈ കടുത്ത ചൂടിൽ 41 ഡിഗ്രി സെൽഷ്യസിൽ പോലും ഞങ്ങൾ നടന്നത്. അപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തവണ ചൂട് കൊണ്ട് അല്പം വേർത്ത് നന്നായി ഒരു പോരാട്ടം നടത്തി ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ ജയ്ഹോ യാത്ര നടത്തുന്ന മുമ്പുള്ള ശ്രീകണ്ഠൻ്റെ കളറല്ല ഇപ്പോഴുള്ളത്. മൊത്തത്തിൽ വെയിൽ കൊണ്ട് ആകെ വാടിയിട്ടുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും പ്രത്യേക ക്രീമോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? എന്നോട് പലരും ഉപദേശിച്ചു, ഈ കടുത്ത ചൂടാണ്, ഈ ചൂടിനകത്ത് പുറത്തിറങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, ഫെയ്ഡ് ഔട്ടാവും, കറുപ്പാവും എന്നൊക്കെ. പക്ഷെ അത്ര കറുത്തൊന്നും തോന്നുന്നില്ല എനിക്ക്. പദയാത്ര കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നല്ല കരുത്തുണ്ട് ഈ വെയിലിനെയൊക്കെ അതിജീവിക്കാൻ. അല്പം ഇടയ്ക്ക് ഒരു ദിവസം തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട് തൊണ്ടയ്ക്ക് അല്പം പ്രയാസം നേരിട്ടുന്നല്ലാതെ മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ ലേശം കറുത്താലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞാൽ പാലക്കാട് തിളക്കമാർന്ന UDFൻ്റെ വിജയം ആഘോഷിക്കുന്ന ജില്ലയായിരിക്കും. എന്തായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗം വളരെയധികം ചൂട് പിടിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ചൂടും അന്തരീക്ഷത്തിലെ ചൂടും ഒരുമിച്ച് വന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശം കൂടുതൽ ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.